നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാധവേട്ടനോട് ഞാൻ ഇങ്ങനെ പറയും. ആര് കെട്ടിയെന്ന് പോലും അറിയാത്ത താലിയെ കുറിച്ച് അറിഞ്ഞ് മാധവേട്ടൻ തകരും. ദേവി, ഇതിനൊക്കെ എന്നാ ഒരു പരിഹാരം? അല്ല, രണ്ടുപേർക്കും അത് ഗുണം ചെയ്യുവേ. ആ ചന്ദ്രിക താലിരക്ഷാ പൂജ അനുഷ്ഠിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ താലികെട്ട് കഴിയാത്ത വന്ദന ഇപ്പൊ എന്തിനാ താലിരക്ഷാവ്രതം അനുഷ്ഠിക്കുന്നത്? ചന്ദ്രികയും വന്ദനയും എന്തോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട്. ദേവി മഹാമായി, ശക്തി സ്വരൂപിണി, എന്റെ കഴുത്തില് താലി കെട്ടിയ ആളെ എനിക്ക് കാണിച്ചു തരണേ ഭഗവതി. ചന്ദ്രികമ്മയും വന്ദനയും എന്തോ വലിയ പ്രാർത്ഥനയിലായിരുന്നു തോന്നല്ലോ. പ്രാർത്ഥന എന്തായാലും ദേവി ഫലം കാട്ടിത്തരും. ഞങ്ങള് വന്നിട്ട് കുറച്ചു നേരമായി. മോൻ പ്രാർത്ഥിക്കും. വാ മോളെ. പ്രാർത്ഥിച്ചത് എന്താണെന്നൊക്കെ എനിക്കറിയാം. ആരാണ് കഴുത്തിൽ താലി കെട്ടിയവൻ എന്നറിയിച്ചു തരണേന്നല്ലേ? ആളെ ദേവി മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടു അത് കാണാതെ പോയത് എന്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ. വ്രതാനുഷ്ഠാനവും പ്രാർത്ഥനയൊക്കെ ഫലം കണ്ടോ?
രാവിലെ അമ്പലത്തിൽ നടത്തിയ പ്രത്യേക പ്രാർത്ഥനാ വഴിപാടിന്റെ കാര്യമാണ് ചോദിച്ചത്. എന്റെ ദേവി, അത് മാധവേട്ടൻ കണ്ടോ? ചന്ദ്രു, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു മാധവേട്ട. എന്തിനായിരുന്നു ഇത്ര കഠിന പ്രാർത്ഥനയൊക്കെ? എന്തായിരുന്നു ദേവിയോടുള്ള ആവശ്യം? ഈശ്വര, ഞാൻ എന്തു പറയും? മാധവേട്ടനോട് ഇന്ന് വരെ ഒരു കാര്യത്തിലും കള്ളം പറഞ്ഞിട്ടില്ല ഞാൻ. പക്ഷെ ഇന്നിപ്പോ കള്ളം പറയാതെ നിവർത്തിയില്ല. അത് വന്ദനയുടെ വന്ദനയുടെ കല്യാണം ഇങ്ങനെ മുടങ്ങി പോവല്ലേ. വന്ദനയുടെ കല്യാണം നടക്കണം. അവൾക്ക് നല്ലൊരു കുടുംബജീവിതം കൂടി ലഭിക്കണം. അതിനുവേണ്ടി ചെയ്യുന്ന പ്രത്യേക പൂജയും വ്രതമൊക്കെയാ. വന്ദനയുടെ വിവാഹ തടസ്സം മാറാനുള്ള പൂജകളും വഴിപാടുകളും അല്ലേ ആഴ്ചകൾ തോറും മുടങ്ങാതെ നടത്തിക്കൊണ്ടിരിക്കുന്നേ? ആ, അത് ശരി തന്നെയാ. പക്ഷേ എന്ത് പക്ഷേ? രണ്ടും ഒരു ദേവിക്ക് തന്നെയല്ലേ ചെയ്യുന്നത്? അതല്ല മാധവേട്ട, വെറും വഴിപാട് നടത്തിയത് കൊണ്ട് മാത്രം ദേവി പെട്ടെന്ന് പ്രസാദിക്കണമെന്നില്ലല്ലോ. ആത്മാർത്ഥമായ പ്രാർത്ഥനയും കഠിന വ്രതവും കൂടി നോക്കിയാലേ ഫലം കിട്ടൂ. നീ ഇപ്പൊ പറഞ്ഞതിലൊന്നും ഒരു സത്യം ഉള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷേ പറഞ്ഞതെന്റെ ചന്ദ്രു ആയതുകൊണ്ടും ഇന്ന് വരെ എന്നോട് ഒരു കള്ളവും പറയാത്ത ആളായതുകൊണ്ടും ഇപ്പൊ പറഞ്ഞത് സത്യമാണെന്ന് ഞാനങ്ങ് വിശ്വസിക്കാം. മാധവേട്ട, വേണ്ട. ചന്ദ്രുവിനെ ഞാൻ അധിക ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളും ചിലപ്പോൾ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരും. എന്റെ ആറ്റുകാലമ്മ, എന്തൊക്കെ പരീക്ഷണങ്ങളാ നീ നടത്തുന്നത്? വന്ദനയുടെ കഴുത്തിൽ താലിയുള്ള വിവരം മാധവേട്ടനോട് ഞാൻ എങ്ങനെ പറയും? ആര് കെട്ടിയെന്ന് പോലും അറിയാത്ത താലിയെ കുറിച്ച് അറിഞ്ഞ മാധവേട്ടൻ തകരും. ദേവി, ഇതിനൊക്കെ എന്നാ ഒരു പരിഹാരം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.